ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് 2024 എന്ന വർഷം ഏറ്റവും മികച്ചത് തന്നെയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നിങ്ങനെ ആദ്യ 3 മാസം പിന്നിട്ട് 4-ാം മാസത്തിലേക്ക് കടക്കുമ്പോഴേക്കും 750 കോടിയോളം രൂപയാണ് മലയാള സിനിമാ ഇൻഡസ്ട്രി സമാഹരിച്ചിട്ടുള്ളത്. ഇത് ഒരു ചരിത്ര നേട്ടം തന്നെയാണ്. ജനുവരിയിൽ എബ്രഹാം ഓസ്ലറിന്റെ വൻ വിജയത്തിന് ശേഷം ഫെബ്രുവരിയിൽ മഞ്ഞമ്മൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗം എന്നിങ്ങനെ ബോക്സ് ഓഫീസ് തരംഗം സൃഷ്ടിച്ച് മുന്നേറുന്ന മലയാള സിനിമയ്ക്ക് ആടുജീവിതമാണ് മാർച്ചിൽ സമ്മാനമായി ലഭിച്ചത്. തുടർന്ന് ഏപ്രിലിന്റെ തുടക്കത്തിൽ ഈദ്, വിഷു റിലീസായി തിയേറ്ററിലെത്തി ആവേശം, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളും ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് നീങ്ങുന്നത്. ഈദ്, വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് ആവേശം തന്നെയാണ്. ഏപ്രിൽ 11 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇപ്പോൾ 5 ദിവസം പിന്നിട്ട് ഇന്ന് ചൊവ്വാഴ്ചയോടെ 6-ാമത്തെ ദിവസത്തിലേക്കാണ് കടക്കുന്നത്. നിലവിൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം 3 കോടി 50 ലക്ഷവും രണ്ടാം ദിവസം 3 കോടി 27 ലക്ഷം രൂപയുമാണ് ഈ ചിത്രം നേടിയത്. മൂന്നാം ദിവസമായ ശനിയാഴ്ച 3 കോടി 57 ലക്ഷം രൂപയും 4-ാം ദിവസമായ ഞായറാഴ്ച 3 കോടി 95 ലക്ഷം രൂപയുമാണ് ചിത്രം നേടിയത്. അങ്ങനെ 4 ദിവസം വീക്കെൻഡ് കളക്ഷനായി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 14 കോടി 29 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയും ഒട്ടും മോശമല്ലാത്ത കളക്ഷനാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. ഏകദേശം 3.5 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇന്നലെ മാത്രം നേടിയെടുത്തു. ഇതോടെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം 17.5-18 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം 10 കോടി 57 ലക്ഷം രൂപയും രണ്ടാം ദിവസം 10 കോടി 67 ലക്ഷം രൂപയുമാണ് ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. മൂന്നാം ദിവസമായ ശനിയാഴ്ച 10 കോടി 11 ലക്ഷം രൂപയും 4-ാം ദിവസമായ ഞായറാഴ്ച 11 കോടി 2 ലക്ഷം രൂപയുമാണ് ചിത്രം കളക്ട് ചെയ്തത്. അങ്ങനെ 42 കോടി 37 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. ഇന്നലെ തിങ്കളാഴ്ചയോടെ ചിത്രം 50 കോടി ക്ലബിൽ എത്തപ്പെടും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അത് സംബന്ധമായ ഒരു പോസ്റ്ററും ഇതുവരെയും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയും 3.5 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ നിലവിൽ 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ എത്തപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അനുമാനം. ഇനി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം 3 കോടി രൂപയും രണ്ടാം ദിവസം 2 കോടി 75 ലക്ഷം രൂപയും നേടിയെടുത്ത സിനിമ മൂന്നാം ദിവസമായ ശനിയാഴ്ച 3 കോടി 10 ലക്ഷം രൂപയും 4-ാം ദിവസമായ ഞായറാഴ്ച 3 കോടി 37 ലക്ഷം രൂപയുമാണ് നേടിയെടുത്തത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 12 കോടി 22 ലക്ഷം രൂപയാണ് ചിത്രം നേടിയിട്ടുള്ളത്. 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയും ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 2.5 കോടിക്ക് മുകളിൽ നേടിയെടുക്കാനായിട്ടുണ്ട്. ഇതോടെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം 14.5 കോടി 15 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 40 കോടിയോളം രൂപ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇനി ഈദ്, വിഷു റിലീസായി തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന ജയ് ഗണേഷ് എന്ന സിനിമയിലേക്ക് വന്നാൽ 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ചിത്രത്തിന് ഒരു മോശപ്പെട്ട ദിവസമായിരുന്നില്ല. ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം കേരള കളക്ഷനായി 2 കോടി 20 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ GCC റെസ്റ്റ് ഓഫ് വേൾഡ് റിലീസിംഗ് ഈ മാസം 18-നാണ്. ഏപ്രിൽ 19-ന് റെസ്റ്റ് ഓഫ് ഇന്ത്യ റിലീസിംഗും പൂർത്തിയാകും. ഇതോടുകൂടി ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൃഥ്വിരാജ് നായകനായി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഈ ചിത്രം ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുക തന്നെയാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയും ചിത്രത്തിന്റെ കേരള കളക്ഷൻ 2 കോടി 25 ലക്ഷം രൂപയായിരുന്നു. ചിത്രത്തിന്റെ 18 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ ചിത്രം 65 കോടി 55 ലക്ഷം രൂപ ഇവിടെ നിന്നും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 19 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി മാത്രം 66 കോടി 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷനാണ് ആടുജീവിതം നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ചയോട് അല്ലെങ്കിൽ നാളെ ബുധനാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 150 കോടി ടച്ച് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 4 സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.